बिहारी जय राधा माधव कुंज बिहारी जय गोपी जन गिरिवरधारी जय गोपी जन गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरावनचारी यमुना तीरावनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राजा माधव राजा माधव राधे राधा सिंह बिहारी राधा सिंह बिहारी राधे जय जगन्नाथ जय बालादेवा जय सुभद्रा माया जय गौरानिताय जय गौरानिताय जय कृष्ण बलराम जय कृष्ण बलराम पंचतत्व जय पंचतत्व जय पंचतत्व निताय गौर हरि बोल हरि बोल हरि बोल जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव गुरुदेव जय जय गुरुदेव जय श्री राधा माधव की जय श्री जगन्नाथ बलदेव सुभद्रा महारानी जी की जय श्री गौरनेता की जय श्री नरसिंहदेव भगवान की पंचतत्व की गोस्वामी वृंद की गुरु परंपरा की निताय गौर प्रेमानंद हरे कृष्णा केल्कावो माताजी प्रभु കേൾക്കാം ഹരേ കൃഷ്ണ കേൾക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും നിത്യം ഭാഗവത സേവയ സത്സംഗത്തിന്റെ രാവിലത്തെ ഭാഗവത പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതേ തന്നെയാണ്. അധ്യായം 1 ശ്ലോകം 20 ഒന്നാം സ്കന്ധത്തിലെ നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദ്രേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവദിനൈഷ്ടകി മൂകം കരോതി വാചാലം ഭംഗം ലംഘേതേ ഗിരിം യത്കൃപാതമാമന്ദേ ശ്രീഗുരും ദീനകാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദ മാധവം. ഏറ്റവും പാവപ്പെട്ടവനായിട്ടുള്ളവരാണ്
ഹരേ കൃഷ്ണ. അമ്മിനി മാതാജി ദയവായിട്ടൊന്ന് മ്യൂട്ട് ചെയ്യാവോ? ശ്ലോകം വായിക്കാം നമുക്ക്. ഋഷിമാരുടെ അന്വേഷണങ്ങൾ. ശ്ലോകം 20. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവ അതിമത്യാനി ഭഗവാൻ ഗൂഢാ കപടമാനുഷ. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവ അതിമത്യാനി ഭഗവാൻ ഗൂഢാ കപടമാനുഷ. കൃതവാ കില കർമാണി സഹ രാമേണ കേശവ അതിമത്യാനി ഭഗവാൻ ഗൂഢാ കപടമാനുഷ. കൃതവാൻ നിർവഹിക്കപ്പെട്ടു, കില എന്ത്, കർമാണി കർമ്മങ്ങൾ, സഹ ഒരുമിച്ച്, രാമേണ ബലരാമൻ, കേശവ ശ്രീകൃഷ്ണൻ, അതിമർദ്യാനി അതിമാനുഷികൻ, ഭഗവാൻ പരമദിവ്യ പുരുഷൻ, ഗൂഢ ആവരണം ചെയ്യപ്പെട്ട, കപടമായ, മാനുഷ മാനുഷൻ. വിവർത്തനം ഭാവാർത്ഥം ബൈ Divine Grace AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ കി ജയ്. വിവർത്തനം: പരമദിവ്യോപുരുഷനായ കൃഷ്ണ ഭഗവാൻ ബലരാമനുമൊത്ത മനുഷ്യന്മയെ പോലെ കളിയാടുകയും നിഗൂഢമായി അമാനുഷിക കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. ഭാവാർത്ഥം കേട്ടിരിക്കാം. മാനവ രൂപ ആരോഹണ തത്വവും ദൈവത്തിന് മനുഷ്യന്റെ രൂപവും വികാരങ്ങളും എന്ന സങ്കല്പം, ജന്തു രൂപാരോപണ തത്വവും പരമദിവ്യോപുരുഷനായ കൃഷ്ണൻ ഭഗവാൻ ഒരിക്കലും ബാധകമല്ല. തപശ്ചര്യയിലൂടെയും സന്യാസത്തിലൂടെയും മനുഷ്യർ ദൈവങ്ങളാകുന്ന സിദ്ധാന്തം ഇന്ന് അനിയന്ത്രിതമായി വിശേഷം ഇന്ത്യയിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. ശ്രീ രാമഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും വേദങ്ങളിൽ സൂചിപ്പിച്ചതനുസരിച്ച് പരമദിവ്യോപുരുഷനായ മഹർഷിമാരും പുണ്യാത്മാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ തത്വദീക്ഷയില്ലാത്ത പലരും അവരുടേതായ അവതാരങ്ങളെ സ്വയം സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്രകാരം ഈശ്വരാവതാരമായി കെട്ടുകഥകൾ ഉണ്ടാക്കി പ്രചാരണം നടത്തുന്നത് ബംഗാളിൽ സാധാരണ വൃത്തിയായി തീർന്നിരിക്കുന്നു. ചില സവിശേഷമായ ദുർജ്ഞേയ ശക്തിയുള്ള പ്രശസ്തനായ ഏതൊരു വ്യക്തിക്കും അനൽപമായ ജാലവിദ്യാ പ്രദർശനങ്ങളിലൂടെ ഭൂരിപക്ഷത്തിന്റെ അംഗീകാരത്തോടെ അനായാസേന ഈശ്വരനായി തീരുവാൻ സാധിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവണ്ണമുള്ള അവതാരമല്ല. അവതരിച്ച നാൾ മുതൽ ഒരു യഥാർത്ഥ പരമ ദിവ്യോപുരുഷനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. ചതുർബാഹു വിഷ്ണുവായിട്ടാണ് ഭഗവാൻ മാതൃസമക്ഷം പ്രത്യക്ഷപ്പെട്ടത്. അനന്തരം മാതാവിന്റെ അഭ്യർത്ഥന അനുസരിച്ച് ഭഗവാൻ സാധാരണ ശിശുവിനെ പോലെ ആവുകയും ഗോകുലത്തിലെ മറ്റൊരു ഭക്തയ്ക്കായി തൽക്ഷണം മാതാവിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഗോകുലത്തിൽ നന്ദമഹാരാജാവിന്റെ യശോദ മാതാവിന്റെയും സ്വപുത്രനായ ഭഗവാൻ അംഗീകരിക്കപ്പെട്ടു. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പകർപ്പായ ശ്രീ ബലദേവൻ ശ്രീ വസുദേവരുടെ പത്നി ജന്മം നൽകിയ മറ്റൊരു മാതൃ ശിശുവായി കരുതപ്പെട്ടു. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്റെ ജന്മവും കർമ്മവും അതീന്ദ്രിയമാകുന്നു. എന്റെ ജന്മങ്ങളുടെ കർമ്മങ്ങളുടെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഏതൊരാൾക്കും തൽക്ഷണം മുക്തനാവുന്നു എന്ന് മാത്രമല്ല, ഭഗവത്ധാമത്തിലേക്ക് മടങ്ങി ചെല്ലാൻ യോഗ്യനായി തീരും. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മകർമ്മങ്ങളുടെ അതീന്ദ്രിയ സ്വഭാവം മുക്തിക്ക് പര്യാപ്തമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ നവസ്കന്ധങ്ങളിലായി വിശദമാക്കിയിരിക്കുന്നു. കൂടാതെ ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ സവിശേഷമായ ലീലകളെ സുവ്യക്തമായും സവിസ്തരമായും വർണ്ണിച്ചിരിക്കുന്നു. ഈ ശ്രീമദ് ഭാഗവത മഹാഗ്രന്ഥ അഭ്യാസനത്തിൽ ഏർപ്പെടുന്നവർക്ക് ക്രമേണ ഈ കാര്യങ്ങളൊക്കെ സുസ്പഷ്ടമായി മനസ്സിലാകുന്നു. എങ്കിലും കൈക്കുഞ്ചായിരിക്കുമ്പോൾ തന്നെ തന്റെ ദിവ്യത്വം ഭഗവാൻ പ്രദർശിപ്പിച്ചിരുന്നു. ഭഗവാന്റെ കർമ്മങ്ങളെല്ലാം തന്നെ അതിമാനുഷികളാണെന്ന് മാത്രമല്ല 7-ാം വയസ്സിൽ ഗോവർദ്ധനഗിരി ഉയർത്തിയ പ്രവൃത്തി, ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം യഥാർത്ഥ പരമദിവ്യപുരുഷനാണെന്ന് സ്പഷ്ടമായി തെളിയിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഭഗവാന്റെ മായാശക്തിയാൽ ആവരണം ചെയ്യപ്പെടുകയാൽ മാതാപിതാക്കളും മറ്റു ബന്ധുജനങ്ങളും അദ്ദേഹത്തെ സദാ ഒരു സാധാരണ ശിശുവായി കരുതിപ്പോരുന്നു. അസാധാരണമായ സാഹസിക കൃത്യങ്ങൾ ഭഗവാനാൽ നിർവഹിക്കപ്പെടുമ്പോൾ മാത്രം മാതാപിതാക്കൾ അക്കാര്യം മനസ്സിലാക്കുന്നു. അല്ലാത്ത പക്ഷം
അവർ അദ്ദേഹം ആരെന്ന വസ്തുത വിസ്മരിക്കുകയും ഭഗവാനെ ഒരു സാധാരണ ശിശുവായി സ്വീകരിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല അത്യധിക വാത്സല്യം അവരുടെ സൂതന് നൽകി അവർ സംതൃപ്തരായി ജീവിക്കുന്നു. നൈമിഷാരണ്യത്തിലെ ഋഷി ശ്രേഷ്ഠന്മാർ ഭഗവാനെ മാനുഷ സദുഷ്ടനായി വർണ്ണിക്കപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. ഓം തത്ത്. श्रील प्रभुपाद की जय. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः. चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति सुपदान्तिकं. वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं सागरजातं सगगन रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितां स. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कांत राधा कांत नमस्ते तप्तकांजन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदांत स्वामिने नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद. हरे कृष्ण हरे हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. പ്രഭു സന്മാദേജി. അങ്ങനെ ഇന്നത്തെ ശ്ലോകം വരുന്നത് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 1 20. ഇത് ഋഷിമാരുടെ ചോദ്യങ്ങളാണ് സുത ഗോസ്വാമിയുടെ. അതിന്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടിന്യൂവേഷൻ ആണ്. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവ അതിമർത്യാൻ ഭഗവാൻ ഗൂഢ കപടമാനുഷ. അത് പരമദിവ്യപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനുമൊത്ത മനുഷ്യൻ എന്ന പോലെ കളിയാടുകയും നിഗൂഢമായ അമാനുഷിക കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ. നമുക്കെല്ലാവർക്കും ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് അറിയാം, കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെ. ഭഗവാൻ വൃന്ദാവനത്തിൽ ജനിക്കുകയും അവിടെ നിന്ന് മധുരയിലേക്ക് പോവുകയും അവിടെ നിന്ന് കുറെ ബാല്യലീലകളൊക്കെ വിളയാടുകയും ചെയ്ത സ്ഥലങ്ങളെല്ലാം ഇന്നും നമുക്ക് പോയ ദൃശ്യമാണ്. അപ്പൊ ഇന്നത്തെ സമുദായത്തിലെ പലർക്കും ഭഗവാന്റെ ഈ പറഞ്ഞ അവതാരത്തെ എല്ലാം ഒരു കഥയായി മാത്രമേ കാണുന്നു. ഇതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല, ഇല്ലെങ്കിൽ അതിലോട് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് ഇവിടുത്തെ ഈ ശ്ലോകത്തില് ഭഗവാന്റെ ഒരു ചെറിയ ഒരു വേർഡിങ്ങിൽ പറയുന്നു. അമാനുഷികമായ കൃത്യം ഗൂഢ കപടമാനുഷ. കപടമാനുഷ മീൻസ് മനുഷ്യനെ പോലെ. കപടം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ഇല്ലെങ്കിൽ കൊള്ളായ്മ. മനുഷ്യനെ പോലെ ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നത്. അതായത് മനുഷ്യനല്ല. കപടം എന്ന് പറയുന്നത് ഒരു പറ്റിക്കുക എന്ന് പറയുന്നത്. അതുപോലെ കപടമാനുഷ. ഇതേ ശ്ലോകം ശ്രീമതി കുന്തി മാതാവിന്റെ പ്രയറിൽ പറയുന്നുണ്ട്. 1:9:30 ഈ ശ്ലോകം പറയുന്നുണ്ട്. ഒന്ന് 9:19 മായാജവനികാചന്നം അജ്ഞ അദോക്ഷജമവ്യയം നാലക്ഷസേ മൂഢദൃശാ നരോ നാട്യധരോ യഥാ. പരിമിതമായ ഇന്ദ്രിയ ദൃഷ്ടിക്ക് അതീതനാകയാൽ മായയുടെ യവനികയാൽ മൂടപ്പെട്ട നിത്യ അഗർഹ്യ ഘടകമാണ് അങ്ങ്. ഒരു നടൻ എന്ന വ്യക്തിയെ പോലെ കഥാപാത്രമെന്ന് വേർതിരിച്ചറിയാൻ മൂഢ നിരീക്ഷകർക്ക് കഴിവില്ലാത്ത പോലെ അങ്ങ് വിഡ്ഢിയായ വീക്ഷകന് അദൃശ്യനാകുന്നു. അതായത് ഭഗവാൻ ഇങ്ങനെ ബാല്യലീലകളും ഭഗവാന്റെ ഒരു എന്താ പറയാ അത്ഭുതകരമായ അമാനുഷികമായ കൃത്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ സാധാരണപ്പെട്ടവർ ചോദിക്കുന്നത് ഇതൊരു വെറും ഇമാജിനേഷൻ ആണ്, ഇതൊരു കെട്ടുകഥയാണ്, ഒരിക്കലും അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ ഒരു കുറച്ചുകൂടി നമ്മളതായ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു സിനിമ നമ്മൾ കാണുന്നു അല്ലെ. സിനിമയിൽ പലതരത്തിലുള്ള ചിത്രീകരണങ്ങളും കാഴ്ചകളും അല്ലെങ്കിൽ ഓരോ സീൻസും വരുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ യഥാർത്ഥമായിട്ട് തോന്നും അല്ലെ. പക്ഷെ യഥാർത്ഥമാണോ?
സിനിമ ഇല്ല, ഇറ്റ് ഈസ് എ ക്രിയേഷൻ. ഒരാൾ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഒരു കപ്പട്ട എന്താ പറയാ, ഇത് ഈസ് ഫോർ എ ടൈം ബീങ്, ഒരു ടൈം പാസ് പോലെ അവര് യാഥാർത്ഥികമായിട്ട് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ യഥാസ്ഥിതി, അതിന്റെ റിയാലിറ്റി വേറെയാണ്. അപ്പൊ അതുപോലെ ഭഗവാൻ ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ബാല്യലീലകളെല്ലാം കാണിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ദിവ്യത്വം അല്ലെങ്കിൽ പരമദിവ്യത്വ പുരുഷത്വം ഒരിക്കലും മാറുന്നില്ല. ഈ ലുക്ക് ലൈക്ക് എന്താ പറയാ, ഓൾഡ് നോർമലി ബോയ് എന്ന് പറയും പോലെയാണ് ഭഗവാൻ വൃന്ദാവനത്തിലൊക്കെ ജീവിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പ്യുവർ പരമദേവത പുരുഷനായിരുന്നു. അദ്ദേഹം ചതുർഭാഗുവായിട്ടാണ് ദേവകിയുടെ മുന്നിൽ വരുന്നത്, അല്ലെങ്കിൽ ദേവകിയുടെ മുന്നിൽ വരുന്നെങ്കിൽ ദേവകിയുടെ പ്രാർത്ഥന പ്രകാരം ഭഗവാൻ ഈ പറഞ്ഞ ചതുർബാഹു മാറി ഒരു ബാലനെ പോലെ ശരീരം സ്വീകരിക്കുകയും അവിടെ നിന്ന് പിന്നെ യശോദ മാതാവിന്റെ അങ്ങോട്ട് മാറുകയും. ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി. അപ്പൊ ഇവിടെ പറയാനുള്ളത്, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ദിവ്യത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ? അതൊരു ഇറ്റ് ഈസ് നോട്ട് ഒരു ഇമാജിനേഷൻ സ്റ്റോറിയോ ഒന്നുമല്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഭഗവാൻ ആക്ട് ചെയ്യുന്നു എന്നാ പറയുന്നത്. ആക്ടിങ് ലൈക്ക് എ ആക്ടർ. ഒരു ആക്ടർ അഭിനയിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് റിയൽ, എന്ത് നല്ല അഭിനയമായിരുന്നു. അതുപോലെ ഭഗവാൻ ഈ ലോകത്തിലെ ഓരോ മനുഷ്യരുടെ മുന്നിലും ഒരു സാധാരണ ബാലൻ എന്ന പോലെ അഭിനയിച്ചു എന്ന് പറയുന്നു. അഭിനയിച്ചു. പ്ലീസ്, നമ്മളത് അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള അദ്ദേഹത്തിന്റെ റിയാലിറ്റിയായ ദിവ്യത്വത്തെ, അല്ലെ മഹാ അത്ഭുതമകരങ്ങളായ അദ്ദേഹത്തിന്റെ ശക്തികളെ നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അതിന് ഏറ്റവും നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഈ ഭൗതിക ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ എത്ര വലിയ വൈവിധ്യമാർന്ന സവിശേഷതകൾ കൊണ്ടാണെന്ന് ആലോചിക്കുന്നത്. നമ്മളെ ഈ ഭൗതിക ലോകത്തെ ഒരു പാർട്ട് വരെ കണ്ടു കാണും. നമ്മളുടെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയും പോലെ എത്ര എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ കാണാത്ത ഇനി എത്രയോ അത്ഭുതങ്ങൾ ഇനിയും ഉണ്ട്. ഇപ്പൊ ആമസോൺ ഗാർഡന്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ ആമസോണിന്റെ എത്രയോ ഒരു പാർട്ട് വരെ നമ്മളാൽ കടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ഇതിനകത്ത് ഇനി അത്ഭുതങ്ങളുണ്ട്. ഈ കണ്ടത് തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും അമാനുഷികമായ കാര്യങ്ങളാണ് ആമസോണിനകത്ത് ഉള്ളത്. അപ്പൊ കാണാത്ത പകുതി ഇനി എത്രയോ ഉണ്ട്. അതുപോലെ ഈ ഭൗതിക ലോകത്തിൽ നമ്മള് കണ്ടതെല്ലാം വളരെ വളരെ എന്താ പറയാ, റിഫ്ലക്ഷൻ എന്നാ പറയുന്നത്. 15-ാം അധ്യായം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ, പ്രതിബിംബം മാത്രമാണ്. ഭൗതിക ആധ്യാത്മിക ലോകത്തിന്റെ ചിത്രത്തിന്റെ ഒരു കോപ്പി മാത്രമാണ് ഇത്. കോപ്പിയല്ല, അതിനെന്താ പറയാ, കണ്ണാടി കാണുന്ന പോലെ മിറേജ് ആണിത്. അപ്പൊ ഈ ലോകത്തിലെ അതായത് ഈ പറഞ്ഞ ഇമാജിനേഷനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും ഭ്രമിക്കുമ്പോ യഥാർത്ഥമായ ഭഗവാന്റെ ധാമത്തിലെ ആനന്ദം, ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, ഇല്ലെങ്കിൽ ആ ഭാവം, ഇല്ലെങ്കിൽ രസം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ജീവിതത്തെ ഈ പറഞ്ഞ നിഴലിന്റെ പിന്നാലെ പോകുന്നതിന് പകരം നിഴലിന്റെ സ്രോതസ്സിലേക്ക് പോകണം. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. 15-ാം അധ്യായം, ഊർധമൂല മതശാഖം അശ്വത്ഥം പ്രാഹുരം അവ്യയം പറഞ്ഞാലി പറയുന്നത്. രണ്ടാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അധശോർദ്ധം പ്രസുതാശാഖ ഗുണപ്രവൃത വിഷയപ്രബാല അധശമൂല്യാനുസന്ധതാനി കർമാണി ബന്ധുവിനി മനുഷ്യലോകെ. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗണങ്ങളാൽ പോഷിക്കപ്പെട്ട് താഴോട്ടും മേൽപോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്ക് ഇറങ്ങുന്ന വേരുകളുമുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ വലതുഷ്ട കർമ്മങ്ങളോടെ ബന്ധപ്പെട്ടവ അത്രേ. അപ്പൊ ഇവിടെ കാണുന്നത് ഇതിന്റെ ഒരു ജസ്റ്റ് പ്രതിപ്രവർത്തനമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാം സ്രോതസ്സിന്റെ ഉറവിടം, ഇല്ലെങ്കിൽ കാരണമായ ഭഗവാനെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ യഥാർത്ഥ ആക്ടർ, റിയൽ ആക്ടറാണ് ഭഗവാൻ. ഭഗവാന്റെ ആക്ടിങ് നമ്മൾ നോക്കിയാല്, മഹാഭാരതത്തിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും ഭഗവാൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഭഗവാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതെല്ലാം ഭഗവാൻ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ധർമ്മം സംസ്ഥാപിക്കുന്നത് മാത്രമല്ല, ഭക്ത സംരക്ഷണവും കൂടിയായിരുന്നു. പഞ്ചപാണ്ഡവരെ സംരക്ഷിക്കുന്ന ഘടകവും, ഇല്ലെങ്കിൽ ആ ഒരു ധർമ്മവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ്. ധർമ്മം സ്ഥാപിക്കാനായിട്ട് ഇവരെ വധിക്കാൻ എത്ര നേരം വേണം? ഇല്ല. പക്ഷെ അദ്ദേഹം അതിൻ്റെതായ രീതിയിൽ
ഏതൊക്കെ നിയമനിബന്ധനകൾ പാലിക്കണമോ അതെല്ലാം പാലിച്ചുകൊണ്ട് ഈ സമുദായത്തിന് ഒരു മാതൃക ആയിക്കൊണ്ടാണ് ഭഗവാൻ ആ യുദ്ധം നടത്തിയത്. പലതരത്തിലും ആ യുദ്ധത്തെ ഒഴിവാക്കാനായി അദ്ദേഹം പരിശ്രമിച്ചു. പക്ഷെ പല വിധത്തിലും അവരാരും ഇതിന് തയ്യാറായിരുന്നില്ല. കുരുക്ഷേത്രത്തിലെ കുരുക്കൾ അതിനത്രത്തോളം ഇവരെ ഇല്ലാതാക്കാനായിരുന്നു അവരുടെ നീക്കങ്ങൾ. പക്ഷെ അതിനെല്ലാം ഭഗവാൻ ഓരോ സ്റ്റെപ്പിലും ഭഗവാന്റെ ദിവ്യമായ അദൃശ്യമായ കരങ്ങൾ കൊണ്ട്, അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് ഭഗവാൻ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അതേ കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നു. നമ്മൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, നമ്മൾ അത്രത്തോളം സിൻസിയർ ആണെങ്കിൽ, നമ്മൾ അത്രത്തോളം ഒബീഡിയന്റ് ആണെങ്കിൽ, ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഡിവോഷൻ. എന്താ പറയാ, അത്രത്തോളം ഡെഡിക്കേഷൻ, അത്രത്തോളം ഒബീഡിയൻ, അത്രത്തോളം സിൻസിയർ. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കും ഈ ഭഗവാന്റെ സാന്നിധ്യത്തെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് അധികം സമയം വേണ്ടി വരില്ല. കാരണം ഭഗവാൻ ഈ പറഞ്ഞ പോലെ ധ്രുവന്റെ സ്റ്റോറി നമ്മൾ നോക്കിയാൽ അറിയാം. അദ്ദേഹം കാട്ടിയിരുന്നുകൊണ്ട് തപസ് ചെയ്യുന്നത്. ഇതുവരെ അദ്ദേഹത്തിന് അറിയത്ത് പോലുമില്ല ഭഗവാൻ എന്താണെന്നോ ഭഗവാന്റെ ദിവ്യത്വം എന്താണോ ഒന്നും അറിയില്ല. അദ്ദേഹം അമ്മയുടെ അടുത്ത് നിന്ന് കേട്ട കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭഗവാന് കാട്ടിൽ പോയാൽ തപസ് ചെയ്യാൻ പറ്റും, തപസ് ചെയ്താൽ ഭഗവാൻ വരും, ഇത്ര മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. അദ്ദേഹം ആരാണെന്നോ അതിന്റെ ഡെപ്ത് എന്താണോ ഒന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണം, ആ പറഞ്ഞ ഭഗവാനെ സാക്ഷാത്കരിക്കണമെന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ തപസ്സിന്റെ കാഠിന്യം കൂടി 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 വരികയും അത് നേടിയേ മതിയാവൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പ്യുവർ ഇന്റൻഷനെ കണക്കിലെടുത്തുകൊണ്ട് ഭഗവാൻ നാരദ മഹർഷിയെ അദ്ദേഹത്തിന് അയക്കുകയും നാരദ മഹർഷിയിലൂടെ അദ്ദേഹത്തിന് ഗൈഡൻസ് നൽകുകയും അതിലൂടെ ഭഗവാനെ അദ്ദേഹം അച്ചീവ് ചെയ്യുകയും ചെയ്തു. അതാണ് യഥാർത്ഥമായ ഒരു റിയൽ ഡിവോഷൻ. അദ്ദേഹത്തിന് അത് നേടണം എന്ന് അദ്ദേഹം ഡിറ്റർമിൻഡ് ആയിരുന്നു. അപ്പൊ അതുപോലെ നമ്മളും ഭൗതിക ലോകത്ത് പല കാര്യങ്ങൾ നേടാൻ ഡിറ്റർമിൻഡ് ആണ്. എനിക്കൊരു വീട് വെക്കണം, ഈ ലൈഫിൽ ഒരു വീട് വെക്കണം, ഈ ലൈഫിൽ അന്ന ചെയ്യണം, ഇന്ന കാർ എടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഒക്കെ ഭയങ്കര ഡിറ്റർമിൻഡ് ആണ് നമ്മൾ, അല്ലെ? ഇത്ര രൂപ, ഇത്ര ഗോൾഡ്, ഇത്രയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര കാര്യങ്ങൾ ഇന്ന ടൈമിനകത്ത് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഭക്തിയുടെ കാര്യത്തിൽ മാത്രം നമ്മൾ എല്ലാവരും വീക്കാണ്, വളരെ സ്ലോയുമാണ്. ആ ഒരു അർജൻസി നമുക്കില്ല. ഇത് കിട്ടിയാലേ പറ്റുള്ളൂ, ഇത് എനിക്ക് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര മാല ഞാൻ ജപിക്കുന്നു അത് ഇൻക്രീസ് ചെയ്യണം, ഇത്ര റീഡിങ് ടൈം ഞാൻ ഡെയിലി ഇപ്പൊ 1 മണിക്കൂറാണ് വായിക്കുന്നത്, അത് 1.5 ആക്കണം. ഇങ്ങനെ നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറ്. നമ്മൾ അതിൽ ഹാപ്പി ആയിരിക്കും പലപ്പോഴും. ഇത് മതി, ഞാൻ ചെയ്യുന്നുണ്ട്, എന്റെ ടൈമിന്റെ ഭാഗവും. പക്ഷെ യഥാർത്ഥത്തില് ചൈതന്യ എന്താ പറയാ, കീർത്തനീയ സദാ ഹരി എന്ന പറയും. നമുക്ക് എപ്പോഴും കൃഷ്ണസ്മരണ ഉണ്ടാവണം. പക്ഷെ നമുക്ക് പലപ്പോഴും അത് സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയുള്ള അർജൻസി നമുക്കില്ല. അതിന്റെ ഒരു എമർജൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കൗണ്ടഡ് ഡെത്ത് ബെഡ് അല്ലെങ്കിൽ മരണസമയം നമുക്ക് നിശ്ചയിച്ച് തരികയാണെങ്കിൽ നമ്മൾ പക്ഷെ കുറച്ചുകൂടി അർജൻസി ആവും, അല്ലേ? നമുക്ക് ഇനി ഇത്ര സമയമേ ഉള്ളൂ, നമ്മൾ ഈ ലോകത്തുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ അതിന്റെ ബെസ്റ്റ് യൂസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മേക്ക് ദ റൈറ്റ് ടൈം അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും. അതാണ് പരീക്ഷിത് മഹാരാജാവും ചെയ്തത്. അദ്ദേഹത്തിന് 7 ദിവസം എന്നുള്ള ഒരു കൗണ്ട് ഡൗൺ കൊടുക്കുകയും ആ കൗണ്ട് ഡൗണിനകത്തുകൂടി അദ്ദേഹത്തിന്റെ ബെസ്റ്റ് എഫേർട്ട് എന്ത് വേണം എന്ന് വിചാരിച്ച് എല്ലാ ഋഷീശ്വരന്മാരോടും അന്വേഷിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ ശ്രീമദ് ഭാഗവതമാകുന്ന അമൃതത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയും ചെയ്തു. അതുപോലെ നമുക്കും 7 days കൗണ്ടേ ഉള്ളൂ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഈ 7 ദിവസത്തിൽ നമ്മളുടെ ഡേ കൗണ്ടഡ് ആണ്. അതെന്നാണെന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ഒരു ഗ്യാപ്പ്. പക്ഷെ ഈ ഔട്ട് ഓഫ് 7 ഏത് വേണമെങ്കിൽ എനി ഡേ നമുക്ക് ഇത് വരാം. പക്ഷെ ആ ദിവസം നമ്മൾ കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ അർജൻസി നമ്മൾ ഭക്തി സേവനത്തിൽ എടുക്കണമെന്ന് പറയും. മഹാരാജിന്റെ കോട്ടിൽ പറയും, പ്ലീസ് റിമെമ്പർ അവർ ഡെത്ത് ബെഡ്, സോ അവർ മംഗളാരതി വേക്കിംഗ് അപ്പ് ഈസ് വെരി റെഗുലർ ആവുന്നു. അപ്പൊ നമുക്ക് ഇവിടെയും കുറെ നാൾ കഴിയാം, ഇല്ലെങ്കിൽ കുറെ നാള് നമ്മൾ കുറെ കാലം നമുക്ക് ജീവിക്കാനുണ്ടെന്നുള്ള വ്യാമോഹമാണ് നമ്മളെ ഈ ഭക്തിയുദ്ധ സേവനത്തിലേക്ക് മുന്നേറാൻ അനുവദിക്കാറ്. പക്ഷെ ഭൗതിക കാര്യങ്ങൾക്ക് നമ്മൾ ഈ വ്യാമോഹം എടുക്കാറില്ല. അത് സമാധാനമായിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും അത് പറ്റൂല, ഒരു ലൈഫേ ഉള്ളൂ, അതിനെ എത്രത്തോളം നമ്മൾ സെക്യൂർ ആക്കാമോ അത്രത്തോളം സെക്യൂർ ആക്കണം. യഥാർത്ഥത്തിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആണ്. അതാണ് റിയൽ ലൈഫിലെ സെക്യൂരിറ്റി. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ആഡംബരാദികളോ നമുക്കുള്ള സൗന്ദര്യമോ നമുക്കുള്ള ശക്തിയോ നമുക്കുള്ള പവറോ ഇതൊന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വരത്തില്ല.
അതിന് റീസെന്റ് ഞാനൊരു സ്റ്റോറിയിൽ ഇങ്ങനെ കേട്ടു. നമ്മളെല്ലാവരും കേട്ട് കാണും, പണ്ട് മുതലേ ഉള്ള ഒരു കമ്പനിയാണ്, തുണി കമ്പനിയാണ് റൈമൻസ്. റൈമൻസിന്റെ ഓണർ, എല്ലാവരും റൈമൻസിന്റെ ക്ലോത്ത്സ് ഉപയോഗിക്കാറുണ്ട്. ഒരു ലൈഫ് ടൈമിലെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കാതെ വരില്ല, അത്രത്തോളം ഒരു പോപ്പുലൈസ്ഡ് ആണ്. ആ അദ്ദേഹത്തിന്റെ അതിന്റെ ഓണറായ അച്ഛൻ ഇപ്പോ ഹീസ് ഇൻ ദ ഓൾഡ് ഏജ് ഹോം എന്നാ പറയുന്നത്. അച്ഛനെ മക്കള് ചേർന്ന് കബളിപ്പിച്ച് ഈ പറഞ്ഞ സൈൻ ചെയ്യിപ്പിച്ച് ഈ ഡോക്യുമെന്റ്സ് എല്ലാം മാറ്റി ഈ പറഞ്ഞ കംപ്ലീറ്റ് ഓണർഷിപ്പും മാറ്റി അദ്ദേഹത്തെ പുറത്താക്കി എന്നാണ് അറിയാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തുണിമില്ല് ഇന്ത്യ മുഴുക്ക പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഓണറിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. കാരണം ഈ ലോകം കാപട്യവും ചതിയും വഞ്ചനയും ചീറ്റിങ്ങിനും വേണ്ടി മാത്രം സൃഷ്ടിച്ചാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വേണ്ട ഒരേ ഒരു ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് അദ്ദേഹത്തിന്റെ ഭക്തന്മാരുമായിരിക്കും. അവരുടെ കാലടികളെ പിന്തുടരുക, ഗുരുജനങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുക. ഈ കാര്യങ്ങൾ മാത്രമേ നമുക്ക് സമാധാനവും ശാന്തിയും നൽകുകയുള്ളൂ. അല്ലാതെ ബാക്കി എന്ത് പ്രോസസ് ചെയ്താലും നമുക്ക് ഒരു തരത്തിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കൃഷ്ണഭക്തന്മാരുടെ ജീവിതം ആലോചിച്ച് നോക്കൂ. അതായത് ഒരു സ്റ്റോറി, ഇത് മുന്നേ പറഞ്ഞ സ്റ്റോറിയാണ്, അന്ന് എല്ലാവരും കേട്ടതുമാണ്. നമ്മളെ ജയാനന്ദ പ്രഭു, ലോസ് ഏഞ്ചൽസിലെ ജയാനന്ദ പ്രഭു എന്ന് പറഞ്ഞ ശീല പ്രഭുപാരുടെ ശിഷ്യൻ, അദ്ദേഹം എല്ലാ സേവകളും ചെയ്യുമായിരുന്നു. അതായത് ഇന്ന സേവയെന്നില്ല, അദ്ദേഹം ഡ്രൈവ് ചെയ്യും. അദ്ദേഹം ബേസിക്കലി ഡ്രൈവറാണ്. അപ്പൊ ഡ്രൈവ് ചെയ്യും, പ്രഭുപാദിന്റെ ബുക്സിന് കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ബുക്ക് ടേബിൾ ഇടാനായിട്ട് പോകും. അത് കഴിഞ്ഞാൽ ടെമ്പിൾ പ്രസിഡന്റ് സ്ഥാനം പ്രഭുപാദ് നൽകുകയുണ്ടായി. അതിനുശേഷം ആ കാര്യങ്ങൾ നിർവഹിക്കുമായിരുന്നു അദ്ദേഹം. പിന്നെ രണ്ടാമത് ഡ്രൈവിംഗ് കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നത് കുക്കിങ്ങിനാണ്. നന്നായിട്ട് അദ്ദേഹം കുക്ക് ചെയ്ത് ഭഗവാനെ ഓഫർ ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഈ പറഞ്ഞ ക്ലീനിങ് ചെയ്യും, കീർത്തൻ ചെയ്യും, ഈ പറഞ്ഞ പോലെ ഡൈറ്റി വർഷിപ്പ് ചെയ്യും, ഇതെല്ലാം. അങ്ങനെ ഒരു ദിവസം ഈ പ്രഭു ഗാർബേജ് ഉണ്ടല്ലോ, ഗാർബേജ് നമ്മള് എന്താ പറയാ, വേസ്റ്റ് കുപ്പകൾ, ഈ കുപ്പകളെല്ലാം വളരെ സന്തോഷത്തോടെ കൊണ്ട് ആ ഗാർബേജ് ബോക്സിനകത്ത് ഇടും. ഇല്ലെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് വളരെ സന്തോഷത്തോടെ, വളരെ ഉത്സാഹത്തോടെ, ചിരിച്ച മുഖത്തോടു കൂടി പോയി ഇതെല്ലാം ചെയ്യുന്നു. അപ്പൊ കുറെ ആൾക്കാർ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. ഇതെന്താണ് സംഭവം? അങ്ങനെ നോക്കി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു. അദ്ദേഹത്തിന് ആ പറഞ്ഞ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ആലോചിക്കുകയാണ്, അവര് ചിന്തിക്കുകയാണ്, ഈ കുപ്പ കൊണ്ട് കളയുന്ന ഇദ്ദേഹത്തിന് ഇത്രയും സന്തോഷമാണെങ്കിൽ അപ്പൊ ബാക്കി അകത്തുള്ളവരുടെ ഒരു സന്തോഷം എന്തായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കുറെ ഡിവോട്ടീസ് ഈ മിഷനിലോട്ട് ജോയിൻ ചെയ്തു എന്ന് പ്രഭുപാദിന്റെ മീൻസ് ഭക്തന്മാരുടെ ലെറ്ററിൽ പറയുണ്ടായി. അപ്പോ ഈ ഭക്തന്മാരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈവൻ ഗാർബേജ് കളയുന്നത് പോലും അവർക്ക് സന്തോഷമാണ്. കാരണം കൃഷ്ണസേവയ്ക്ക് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. എന്ത് സേവനവും കൃഷ്ണൻ കണക്കിലെടുക്കും. ഈ അണ്ണാങ്കുഞ്ചും തന്നാലായെന്ന് പറയും പോലെ സൗണ്ട് പോയി. ഹരേ കൃഷ്ണ, സൗണ്ട് പോയി. എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതാണ്. അപ്പൊ അതും നോക്കിയപ്പോ രാമസേവ ചെയ്യാനായിട്ട് സ്ക്വരലിനൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മണ്ണിൽ പോയി ഉരുളുന്നു. ആ സ്ക്വരലിന്റെ ദേഹത്ത് എത്ര മണ്ണ് വരുമോ അതെല്ലാം കൊണ്ട് തിരിച്ചിവിടെ കൊണ്ട് തട്ടും. ഇത് തന്നെ ചെയ്യുകയാണ് കണ്ടിന്യൂസ്. അപ്പൊ ഇതിൽ ഭയങ്കര സംപ്രീതനായ രാമൻ അദ്ദേഹത്തെ എടുത്ത് സ്പർശിച്ച് തലോടുകയുണ്ടായെന്ന് പറയുന്നു. അത് അങ്ങനെയാണ് ഒരു 3 വരകൾ ആ സ്ക്വരലിന്റെ ദേഹത്ത് വീണു എന്ന് പറയുന്നു. അപ്പോ ഈ പറഞ്ഞ വിഷയം വളരെ പ്രാധാന്യമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. ഏതൊരു അവസ്ഥയിലും നമുക്ക് കൃഷ്ണഭക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ ഇസ്കോണിലുള്ള ഇന്നത്തെ എല്ലാ ഭക്തജന സമൂഹത്തിലെ ഡിവോട്ടീസും. കാരണം അവര് പല പല സ്ട്രഗിളുകൾ എടുത്തിട്ടാണ് ഈ കൃഷ്ണഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സ്ട്രഗിളുകളെല്ലാം അവര് സ്ട്രഗിളായിട്ടേ കാണുന്നില്ല. ഇതെല്ലാം കൃഷ്ണന്റെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ഭക്തിയിൽ കൂടുതൽ കൂടുതൽ മുന്നേറാൻ. കുന്തിമാത പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ദുഃഖം താ കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും സുഖം വേണം എന്ന് പറഞ്ഞു പോകും. പക്ഷെ കുന്തി മഹാറാണി പറയുന്നു, എനിക്ക് ദുഃഖം തരൂ കൃഷ്ണ, വീണ്ടും വീണ്ടും ദുഃഖം തരൂ. ആലോചിച്ച ഒരു കൃഷ്ണഭക്തി, ഭക്തന്റെ ഒരു ഗ്രേറ്റ്നെസ് എവിടെ പോകുന്നു എന്ന്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും നിന്നുകൊണ്ട് കൃഷ്ണഭക്തി ഫിയർലെസ് ആണ്. നമുക്കൊന്നിനും ഭയപ്പെടേണ്ടതല്ല. കാരണം നമ്മളെ നാഥൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ നമ്മളുടെ നാഥനായിട്ട്. ബാക്കി എല്ലാവരും സർവൻസ് ആണ്, ദാസന്മാർ അല്ലെങ്കിൽ ദാസികൾ.
അപ്പൊ ആ രീതിയിൽ നമ്മളുടെ ഭഗവാന്റെ ഈ ഗ്രേറ്റ്നെസ് നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരങ്ങളെ മനസ്സിലാക്കി ഭഗവാന്റെ ഈ ഓരോ ലീലകളെയും നമ്മൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കും. അല്ലാതെ അതിനെ ഒരു കെട്ടുകഥയായിട്ടോ അതിനെ ഒരു ഇമാജിനേഷൻ സ്റ്റോറി, മനുഷ്യ ഈ മോട്ടിവേഷൻ സ്റ്റോറി പോലെ ഒന്നും ഒരിക്കലും കാണരുത്. ഇത് പ്യുവർലി ഭഗവാന്റെ ഭക്തന്മാരാൽ പ്രകീർത്തിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ശ്രീമദ് ഭാഗവതം, രാമായണം, ഈ പറഞ്ഞ ഓരോ പുരാണങ്ങളിലും ഒക്കെ. അപ്പൊ അതെല്ലാം നമ്മളുടെ ലൈഫിനെ സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് രീതിയിലുള്ള സക്സസ് ആയിരുന്നു? ഭൗതിക ലോകത്ത് അതിമാനുഷികമായിട്ട് ജീവിക്കാനല്ല, ആശ്ചര്യകരമായിട്ട് വലിയ എന്താ പറയാ കോടീശ്വരനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടില്ല. പ്യുവർ ഹാർട്ടഡ് ആയിട്ട് നമുക്ക് ഭക്തിയുദ്ധ സേവനം ചെയ്യാനായിട്ടാണ് ഈ ഒരു ഗ്രന്ഥം ഇല്ലെങ്കിൽ ഈ ഒരു ഡിവോഷണൽ ലൈഫ് ഓർഗനൈസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം ഉള്ളത്. ഭൗതിക ലോകത്ത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൈൻഡ് തോട്ടത്തിൽ ആദ്യം വെക്കുക, വി ആർ നോട്ട് ബോൺ ടു ഹിയർ. നമ്മൾ ഇവിടെ ഉള്ളവരല്ല എന്ന ആദ്യ ധാരണ നമ്മൾ കൊണ്ടുവരിക. നമ്മൾ ഈ ശരീരമല്ല എന്നുള്ള രണ്ടാമത്തെ ധാരണയിൽ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരുന്ന പകുതി അറ്റാച്ച്മെന്റ് കുറയും. നമ്മളെ ഓട്ടത്തിന് സ്പീഡ് കുറഞ്ഞു ഭൗതികതയിലേക്ക്, പിന്നെ ആത്മീയതയിലേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തിരിയാൻ തുടങ്ങും. നമ്മളിപ്പോഴും ഭൗതിക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നേടാനായിട്ട് ഓടുന്നു. പക്ഷെ അത് ആലോചിക്കുക, ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം ടെമ്പററി ആണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാൽ പകുതി വേഗതയുടെ സ്പീഡ് കുറയും. അത് നേരെ ആധ്യാത്മയിലേക്ക് വരും. അപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞല്ലോ, ഇതെന്റെ ശരീരം, ഇതെന്റെ കൈ, ഇതെന്റെ തല, ഇതെന്റെ വായ്, എല്ലാം എന്റെ പറയണു. ഈ ശരീരത്തിൽ നിന്ന് ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോ ഈ എന്റെ മാത്രം റിമൈൻ ആയി നിൽക്കും. ശരീരം മാറും, കൈ മാറും, കാല് മാറും, തല മാറും, കണ്ണ് മാറും, മൂക്ക് മാറും, എല്ലാം മാറും. എന്റെ മാത്രം ഈ എന്റെ എന്താണെന്നുള്ളതാണ് ചോദ്യം. ആ എന്റെയാണ് നമ്മൾ ആത്മാവ്. കൃഷ്ണ ദാസൻ, ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ. ഈ യഥാർത്ഥമായ നമ്മളുടെ സ്വരൂപം ഭഗവാന്റെ ദാസനാണ്. ആ ദാസ സേവയ്ക്ക് വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കണം, ആ ദാസന് വേണ്ടി അല്ലെങ്കിൽ യഥാർത്ഥമായ ആ സോളിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളുടെ റിയൽ ലൈഫ് തുടങ്ങുന്നത്, ഇല്ലെങ്കിൽ നമ്മളുടെ റിയൽ ഡ്യൂട്ടി തുടങ്ങുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ടെമ്പററി ഡ്യൂട്ടീസ് ആണ്. ഈ റിയൽ ലൈഫ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥമായ ആനന്ദത്തിലേക്ക് ഉയരാൻ പറ്റും. നമ്മൾ എപ്പോഴും ആലോചിക്കുക, നമ്മളെ ഭക്തന്മാരെല്ലാം ഒരുപാട് ധനികന്മാരായിരുന്നില്ല. കുറെ രാജാക്കന്മാരും ധനികരായിരുന്നു. ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്ര മനാളിക്ക്, ശ്രീ ശ്രീ ഗൗർനിതാക്കി ജയ. അപ്പൊ അവരെല്ലാവരും ഒരുപാട് ഇതായിരുന്നു. പക്ഷെ അവർ മനസ്സുകൊണ്ട് ഒരുപാട് വലിയ കോടീശ്വരന്മാരായിരുന്നു. സന്തോഷം മാത്രമായിരുന്നു അവരുടെ. കാരണം അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സ്മരണ നമ്മളെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാവില്ല. എല്ലാ ദുഃഖങ്ങളും നമുക്ക് ദുഃഖങ്ങളായിട്ട് അനുഭവപ്പെടുകയും. ഓരോ ഭക്തന്മാരുടെ സ്റ്റോറീസ് നമ്മൾ നോക്കുമ്പോൾ അവരെവിടെ നിന്നാലും അവര് കൃഷ്ണനെ സ്മരിക്കുക എന്നുള്ള ധർമ്മം മാത്രമേ ചെയ്യുന്നു. സോ അതായിരിക്കണം നമ്മളെ ഡ്യൂട്ടി. ആ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്താൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു സ്റ്റേജിലേക്ക് വരാനായിട്ട് ഈ പർപ്പോഡിലും ചില പ്രഭുപാദർ അതിനെ കുറിച്ച് പറയുന്നു. ഈ പറഞ്ഞ എല്ലാവർക്കും ആ സവിശേഷമായ ഈ എന്താ പറയാ ഇത് സാധിക്കും എന്നാണ് പറയുന്നത്. ആ ലൈൻ ക്രമേണ, അതായത് പറയുന്നുണ്ട്, കൂടാതെ ദശമസ്കന്ധയിൽ ഭഗവാന്റെ സവിശേഷമായ ലീലകളെ സുവ്യക്തമായും സവിസ്തരമായും വർണ്ണിച്ചിട്ടുണ്ട്. ഈ ശ്രീമദ് ഭാഗവത മഹാഗ്രന്ഥ അഭ്യാസത്തിൽ ഏർപ്പെടുന്നവർക്ക് നമ്മൾക്ക് ക്രമേണ ഇക്കാര്യങ്ങളൊക്കെ സുസ്പഷ്ടമായി മനസ്സിലാകുന്നു. നമുക്കും ഇതെല്ലാം മനസ്സിലാകും, സുസ്പഷ്ടമായിട്ട് മനസ്സിലാകും. നമ്മളുടെ ഈ പ്രോസസ് നിത്യം ഭാഗവത സേവയെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നാൽ മാത്രം മതി. നമ്മളുടെ ജീവിതത്തിലും ഇതെല്ലാം ഭഗവാന്റെ ലീലകളെല്ലാം നമുക്ക് വിശദമായി വർണ്ണിച്ചു തരും ഗുരു കൃപയാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളുടെ ജീവിതത്തിനെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക, മുൻഗണന നൽകുക. ഡിവോഷന് വേണ്ടി, ഭക്തിയുദ്ധ സേവനത്തിന് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സേവനത്തിന് ദ്രവ്യാദികളോ ഇതോ അല്ല, നമ്മളുടെ മനസ്സ് മാത്രം ഇതിനകത്ത്, നമ്മളുടെ പ്രോസസ്, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം ഉപയോഗിക്കണം എന്നുള്ള ധാരണ തന്നെ ധാരാളം. അതിലൂടെ നമ്മൾ മുന്നേറി വന്നുകൊണ്ടേയിരിക്കും. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശീല പ്രഭുപാദ് കി ജയ്. എന്തെങ്കിലും ക്വസ്റ്റ്യനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയാം, അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അതായത് ഈശ്വര സൃഷ്ടിയിൽ ഏറ്റവും ഇരുളടഞ്ഞതും ദുരിതപൂർണവുമായ ഇരിടമാണ് ഈ ഭൂമി. അതായത് കുറ്റവാളികളെ പാർപ്പിക്കാൻ വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ചതാണ്. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ
നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാത്ത ഭഗവാൻ നമ്മൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ ഭൂമി. എന്നിട്ട് പോലും ഒരു കുട്ടി നമ്മൾ വളർത്തുന്ന മക്കളോട് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ പറഞ്ഞു വിടും, മക്കളെ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോയ അപകടമുണ്ട് എന്നൊക്കെ പറഞ്ഞു വിട്ടാലും അവർ ചിലപ്പോൾ അതൊന്നും കേൾക്കാതെ അതൊക്കെ ഒന്ന് കാണാൻ പോകുമ്പോൾ ആ അച്ഛനും അമ്മയും എത്ര ഭയചകിതരാകും, വെപ്രാളപ്പെടുക. അതേപോലെയാണ് ഭഗവാൻ നമ്മൾക്ക് വേണ്ടി ഇത്രയും കുറ്റവാളികളെ പാർട്ടി, അതായത് മൈഥുനാഗ്രഹമാണ് ഭൂമി. ഓരോ അടിവെപ്പിലും അപകടം പതിയിരിക്കുന്ന ദുരിതമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മളെ സൃഷ്ടിച്ച് വിട്ടിട്ട് പോലും ഭഗവാൻ ആ ശ്ലോകത്തിൽ പറയുന്ന അതാണ്, പരമദിവ്യോത്തമ പുരുഷരായ ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനുമൊത്ത് മനുഷ്യനെ പോലെ കളിയാടുകയും, അതായത് ഇങ്ങനെ നമ്മുടെ തന്നിഷ്ടപ്രകാരം ഇവിടെ വന്ന് നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് തന്നിട്ട് പോലും ഭഗവാന്റെ ഞാനിത് ചില പപ്പോട്ടിൽ വായിച്ചിട്ടുള്ളൂ, ഭഗവാന്റെ പ്രതിനിധികളെ അയക്കുക, ഭഗവാൻ തന്നെ അത് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാൻ മനുഷ്യന് വേണ്ടി ഈ ഭൂമിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കാൻ ഞാൻ ഈ ശ്ലോകത്തിലെ കാര്യം പറയാം. ഭഗവാൻ വരുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എത്ര കരുണാമയനാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി ഒരു സാധാരണ മനുഷ്യരെ പോലെയാണ് ഭഗവാനും ബലരാമനും ഒക്കെ കളിയാടാൻ വന്നതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. അതുപോലെ ഈ ബംഗാളിലെ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ സമ്പ്രദായം തന്നെ മൺമറഞ്ഞു പോകുന്നുണ്ടെന്ന് പറയും. അപ്പോഴാണ് അദ്ദേഹം നമ്മുടെ പ്രഭുപാദിന്റെ ഗുരു മഹാരാജിന്റെ പിതാവ് പേര് ഭക്തിവിനോദ് ഠാക്കൂർ. ഭക്തിവിനോദ് ഠാക്കൂർ മഹാരാജ് 7ാം മഞ്ചരിയായിട്ട് വരുന്നിട്ട് പിന്നെ ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അതല്ലാതെ ഈ ബാഫിൽ എന്നും പറഞ്ഞൊരു ഇതിലേക്കൊക്കെ പോകുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞത് നമ്മൾ അതായത് മൈഥുനാഗ്രഹം എന്ന് പറഞ്ഞാൽ കാമത്തിന്റെ ഇരിപ്പിടം, കാമത്തിന്റെ മാസ്മര ശക്തിയിലാണ് ഈ ഭൂമി ചലിക്കുന്നത് പോലും. അങ്ങനെയുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു ഗ്രഹത്തിലേക്ക് നമ്മൾ ഭഗവാൻ വിട്ടിട്ട് ഭഗവാൻ വരുന്നത്. അപ്പൊ എത്ര കരുണാമയനാണ്. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എനിക്ക് ഇതിനകത്ത് ശ്ലോകം 16, 16ന്റെ ലാസ്റ്റില് കലിമലാപഹം എന്നൊരു വാക്കുണ്ട്. കലിമലാപഹം. എന്റെ പുസ്തകം പഴയതാണ്. അപ്പൊ അതിനകത്ത് ആ ലാസ്റ്റില് ഉള്ള വാക്ക് മലാപഹം എന്നുള്ളതിന്റെ അർത്ഥം എന്താ എഴുതിയിരിക്കുന്നത്? പാപ നിർമോചന പ്രതിസന്ധി. പാപ നിർമോചന പ്രതിസന്ധി. പ്രതിസന്ധി എന്നാണോ? പ്രതിസന്ധി എന്നായിട്ടിരിക്കുന്നത്. പ്രഭുവിന്റെ ഇംഗ്ലീഷിന്റെ പുസ്തകം ഉണ്ടോ? ഇംഗ്ലീഷ് എന്റെ കയ്യില് ഇതില് ബുക്ക്. അല്ല, അത് ശരിയാണെന്നൊന്ന് നോക്കാണ്. ഓക്കെ, ഒരു നിമിഷം പ്രഭു, ഞാൻ ആ ഇംഗ്ലീഷ് ക്യാൻഡോ ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഇംഗ്ലീഷ് ഇവിടെ ഇല്ല. ഒരു സെക്കൻഡ്. എന്നാ പിന്നെ അടുത്ത ദിവസം മതി പ്രഭു. ഒരു സെക്കൻഡ് പ്രഭു, എടുക്കുന്നത്. താങ്ക് യു. പ്രഭു, അതിനകത്ത് മലാപഹം എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം ദ ഏജന്റ് ഓഫ് സാന്റിഫിക്കേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏജന്റ് ഫോർ സാന്റിഫിക്കേഷൻ. ഇത് രണ്ട് ശരിയാണ്. നമ്മളെ മലയാളം അതും ശരിയാണ് പ്രഭു. അതിനകത്ത് പറയുന്നത് കോറൽ ഏജ് മലാപഹം ദ ഏജന്റ് ഫോർ സാന്റിഫിക്കേഷൻ, പാപ നിർമോചന പ്രതിസന്ധികളെ. അതൊന്ന് നോക്കണം പ്രഭു, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അല്ല, ഇതിനകത്ത് കട്ട് ചെയ്തിട്ട് ആരോ ഞാൻ തന്നെ ആയിരിക്കും എഴുതിയത്. പ്രതിനിധി നമുക്ക് നോക്കാം പ്രഭു, ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കാം. ചെക്ക് ചെയ്തിട്ട് പ്രഭുവിന് നാളെ അപ്ഡേറ്റ് ചെയ്യാം. ശരി പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. വേറെ ആർക്കും എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ദർശനം എടുക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ദർശനം എടുക്കാം. എല്ലാവരും ഓക്കെ ആണ്?
Hare Krishna. Sorry, Prabhu. Jagannath Baladev Subhadra Maharani ji ki jai. Hare Krishna, Prabhu. കാണാലോ അല്ലേ പ്രഭു? കാണാം പ്രഭു. ഹരേ കൃഷ്ണ. കാണാം. നല്ല സുന്ദരമായിരിക്കുന്നു ഭഗവാൻ സ്മൈലി. നരസിംഹദേവ് ഭഗവാൻ തുളസി മഹാരാനിക്ക് ഭഗവാന്റെ ചടാതി പഞ്ചതത്വ നമ്മളെ ഗുരു പരമ്പര ഷഡ് ഗോസ്വാമി ആൻഡ് ഗുരു പരമ്പര ശില പ്രഭുപാദരുടെ ദർശനം. ഹരേ കൃഷ്ണ പ്രഭു. ഇതുപോലെ ഇന്ന് വൈകിട്ട് നമ്മളെ ചൈതന്യ ചരിതാമൃതം ക്ലാസ് ഉണ്ട് ഡെയിലി തന്നെ 5 മുതൽ 5:45 വരെ ഞായറാഴ്ച ഒഴികെ. സോ എല്ലാവരും ദയവായിട്ട് അതിലും പങ്കുകൊള്ളാൻ പറ്റിയാൽ നന്നായിരുന്നു എന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ഇതേ ലിങ്ക് തന്നെയാണ്, സെയിം ലിങ്ക് ആണ്. ഇന്ന് സത്യവ്രത പ്രഭുവിന്റെയാണ്, അദ്ദേഹത്തിന്റെ വൈകിട്ടത്തെ ക്ലാസ് ആയിരിക്കും. ദയവായിട്ട് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ചില പ്രഭുപാദ് ജയ്. ഇത് ലോങ് വ്യൂയിലുള്ള ദർശനം. ഇന്നത്തെ പൂജാരി അദ്ദേഹമാണ്, യദുശ്രേഷ്ഠ പ്രഭു. അദ്ദേഹത്തിന് നമ്മളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. എല്ലാവരും കഴിയുന്നത്ര ഡെയിലി നിത്യം ഭാഗവത സേവയിൽ പങ്കുകൊള്ളണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവാണ് ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്യാം പ്രഭു. ആണോ? ഞാനാണോ ഹോസ്റ്റ്? ഓക്കെ ഓക്കെ പ്രഭു.